മിഷൻ ലീഗിന്റെ പ്രവർത്തനം ഏറെ അഭിമാനകരമാണ് നമ്മുടെ അതിരൂപതയിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും സജീവമായ ഒരു തെളിവ് ഞാൻ പറയാം. കേരളത്തിൽ, ഭാരതത്തിൽ, ലോകം മുഴുവനിലും ദൈവവിളികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ തലശ്ശേരി അതിരൂപതയിൽ ദൈവവിളികളുടെ എണ്ണം കുറയുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ സിനഡിൽ പിതാക്കന്മാർ എന്നോട് ചോദിച്ചു, ഈ തലശ്ശേരിയിൽ മാത്രം ദൈവവിളി കുറയാത്തതിൻ്റെ കാരണം ഒന്ന് വിശദീകരിക്കാവോ? ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിഷൻ ലീഗിന്റെ പ്രവർത്തന മാഹാത്മ്യമാണ് ഈ ദൈവവിളി ഇത്രമേൽ സജീവമായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ നാട് മുഴുവനും നന്മ നിറഞ്ഞതാകട്ടെ, പ്രേക്ഷിതാഭിമുഖ്യമുള്ളതായി തീരട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ പോലെ ചിലർക്ക് വിദൂരങ്ങളിൽ പോയി മിഷൻ പ്രവർത്തനം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ, നമ്മളായിരിക്കുന്ന സ്ഥലത്തായിരുന്നു കൊണ്ട് നമുക്ക് മിഷന് വേണ്ടി പ്രാർത്ഥിക്കാം, മിഷണറിമാർക്ക് വേണ്ടി പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കാം, നമ്മുടേതായ ചെറിയ സഹായങ്ങൾ ചേർത്ത് വെച്ച് മിഷനെ പ്രോത്സാഹിപ്പിക്കാം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് ആരോ അയച്ചു തന്നൊരു വാട്സപ്പ് കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വാട്സപ്പ് കഥയായതുകൊണ്ട് അതിൻ്റെ ആധികാരികതയൊന്നും ചോദിക്കരുത്. എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. കഥ ഇങ്ങനെയാണ്. ഒരു സന്യാസിയുടെ അടുക്കൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, മഹാമുനി, ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള ഒരു വരം എനിക്ക് വേണം. സന്യാസി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഈ മലയുടെ അപ്പുറത്തൊരു നല്ല കുളമുണ്ട്, അതിനകത്തെ വെള്ളം 2 ലിറ്റർ സമയമെടുത്ത് നീ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ജമ്മത്ത് മരിക്കുകയല്ല. ഇയാൾ പാഞ്ഞു പോയി വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മനുഷ്യൻ, ഒരു 5-6 പേരവിടെ ഞെരങ്ങിയും മൂളിയും കിടപ്പുണ്ട്. ഇയാളോട് പറഞ്ഞു, ദയവ് ചെയ്ത് താങ്കൾ ഈ വെള്ളം കുടിക്കരുത്. എന്ത് പറ്റിയേ? ഇത് കുടിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾ ഈ കിടക്കുന്നത്. 200ഉം 250ഉം വയസ്സായി അനങ്ങാൻ മേലാതെ കിടക്കുക, മരണവും ഇല്ല. ഓ, കഷ്ടം. ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ വെള്ളമല്ല എനിക്ക് വേണ്ടത്. അയാൾ ഓടി സന്യാസിയുടെ അടുക്കൽ ചെന്നു. ഒരിക്കലും മരിക്കാതിരുന്നാൽ മാത്രം പോരാ, ആരോഗ്യത്തിന് ഒരു കുറവും വരാത്ത വഴിയുണ്ടെങ്കിൽ പറയും. സന്യാസി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഈ മലയും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ മലയും കഴിഞ്ഞ് അവിടെ ഒരു കുളമുണ്ട്, അവിടെ പോയി അവിടുത്തെ വെള്ളം കുടിച്ചാൽ മതി. സന്യാസി ചെന്നു. ഈ മനുഷ്യൻ ഓടി ആ കുളത്തിൻ്റെ കരയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും തമ്മിൽ ഭയങ്കര മല്ലയുദ്ധമാണ്, അടിപിടിയാണ്. എന്തിനാ യുദ്ധം കൂടുന്നതെന്ന് ചോദിച്ചാൽ അപ്പനും മകനുമാണ് യുദ്ധം. എന്താന്ന് ചോദിച്ചാൽ അപ്പന് വയസ്സ് 180 വയസ്സായി, മകന് 160 വയസ്സായി. ഈ അപ്പൻ 1 സെന്റ് ഭൂമി പോലും എഴുതി കൊടുത്തിട്ടില്ല. അപ്പനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എവിടുന്ന് എഴുതി കൊടുക്കാനാ? 200 വയസ്സായ എൻ്റെ അപ്പൻ എനിക്ക് 1 സെന്റ് പോലും എഴുതി തന്നില്ല. എല്ലാം ഇങ്ങനെ തടിമിടുക്കോടെ ഇരിക്കുകയാണ്. ഈ ഭൂമിയിൽ ആകെ ബുദ്ധിമുട്ടാണ്, നീ ഈ വെള്ളം കുടിക്കരുത് എന്ന്. അതിനുശേഷം ആ കഥാകാരൻ എഴുതി വയ്ക്കുന്നതാ, എല്ലാറ്റിനും ദൈവം നിശ്ചയിച്ച സമയമുണ്ട്, ദൈവം നിശ്ചയിച്ച വഴികളുണ്ട്. അത് സ്വീകരിക്കുന്നതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആയിരിക്കുന്ന പരിമിതികള്, സാഹചര്യങ്ങള്, അതിനോട് ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞ് സഹകരിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ നല്ല പ്രേക്ഷിതരായി തീരുന്നത് എന്ന സത്യം ഓർക്കുക. മിഷൻ ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും പ്രേക്ഷിതാഭിമുഖ്യങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ 66ാം വാർഷികം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതി.